ഹായ് ഹലോ എല്ലാവർക്കും എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ പുറത്തുനിന്നുള്ള ആ ഒരു തിരക്കും അതുപോലെ ആ ഒരു കേവൊക്കെ കാണാനായിട്ട് വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ഒരാൾക്ക് 100 രൂപയാട്ടോ വരുന്ന ടിക്കറ്റിൻ്റെ റേറ്റ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിലാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അല്ലാതെ ഹോളിഡേയ്സിലാണെങ്കിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് എത്ര മണി വരെയാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം കൊടുത്ത് അകത്തേക്ക് എൻട്രി ചെയ്യാൻ കേട്ടോ. ഒരു ഗുഹയുടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുന്നത്. അകത്തുനിന്ന് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതേ അഭിചേട്ടൻ മുന്നേ നടക്കുവാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഗുഹയുടെ ഒക്കെ അകത്ത് കയറുമ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ നമ്മളിങ്ങനെ പേടിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ആ ഒരു പേടിയും ചെറുതായിട്ടുണ്ട്. റിച്ചൂട്ടിനും കൂടെ ഉള്ളത് കാരണം എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ഫ്രണ്ടിട്ട് ചാടി വീഴോ അങ്ങനെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഭിചേട്ടൻ്റെ അടുത്ത് അഭിചേട്ടൻ ആദ്യമേ നടന്നോളാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ ആ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും വരണം കേട്ടോ. അപ്പോൾ അതെന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഇത്. ഈ ഒരു കേവ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. എന്നുവരെയാണ് ഈ ഒരു കേവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. മീനിന് അങ്ങോട്ടാ ഇട വവ്വാലൊക്കെ പോയി കിടക്കണ്ട. നിങ്ങൾ ആദ്യം പോവാ, എനിക്ക് പേടിയാണ്. പേടിപ്പിക്കണ തീരെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോന്ന് ആർക്കത്. വേറെ എന്ത് രസമാടാ. ഇത് എത്ര നാളത്തെ ഹാർഡ് വർക്കായിരിക്കും ദൈവമേ. അവിടെ ഉണ്ട് റിച്ച് മീനൊക്കെ. ഞങ്ങള് പോയി കാണിച്ച ഇതിനകത്ത് കയറാൻ ചുമ്മാ പാമ്പ് തേടാ. പാമ്പിനെ പാമ്പിനൊക്കെ എന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഇതിൻ്റെ ആ ഒരു ഉൾഭാഗമൊക്കെ കാണാനും നമുക്കതിൻ്റെ ഒരു ഫീല് ശരിക്കും കിട്ടും. ഒരു ഗുഹയുടെ അകത്ത് എങ്ങനെയാണ് നമ്മൾ കയറിയിരിക്കുന്ന ആ ഒരു ഫീല് ശരിക്കും കിട്ടും. ഇതിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര എന്താ പറയുന്നത് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ പാമ്പ് ഇതാണല്ലേ. ഇത് കിട്ടണോ
ശരിക്കും അടച്ചിടേ ആ ഒരു ഗുഹയുടെ അകത്തുനിന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ ജംഗിൾ റോബോട്ടിക് ഷോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സെക്ഷനായിട്ട് വരുന്നത് ഈ ബേർഡ്സ്, അതുപോലെ ഫിഷസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ബേർഡ്സിനെ കാണാനായിട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ മക്കാവോ, പൈത്തൺ, അതുപോലെ ചെറിയ ചെറിയ ബേർഡ്സൊക്കെ ഇല്ലേ, അത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു മൂന്നാമത്തെ സെക്ഷനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ബേർഡ്സിനെയൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബേർഡ്സിനെ നമ്മൾ കൈ പിടിക്കാനും, അതുപോലെ പൈത്തനെ ആണെങ്കിലും മക്കാവോനെ ആണെങ്കിലും ഇഗ്വാനൊക്കെ ആണെങ്കിലും നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടുള്ളൊരു സൗകര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ നമ്പർ വരുന്നത്. പെറ്റ്സിനൊക്കെ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്തായിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ തന്നെയാണ്. ഇതിൽ ബേർഡ്സും ഉണ്ട്, അതുപോലെ ഫിഷസും വരുന്നുണ്ട്. ഫിഷസ് നമ്മുടെ സിലിണ്ടറിക്കൽ അക്വേറിയത്തിലും അല്ലാതെ സാധാ അക്വേറിയം ഉണ്ടല്ലോ അതിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മീനുള്ളൂ അല്ലേ? മീൻ കണ്ടാ മീന് ഇനി അടുത്തായിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റാളുകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഫുഡ് കോർട്ട്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ ഗെയിമിങ്ങിൻ്റെ സെക്ഷൻസും ആയിരുന്നു അടുത്തൊരു സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ച് മാത്രമായിട്ടാണ് കേട്ടോ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ വരാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും വരിക. അതുപോലെ തന്നെ ഒരു 100 രൂപയ്ക്ക് എന്തായാലും വർത്താണ്, നമുക്കൊരു നഷ്ടവും ഇല്ല. ഒരു 100 രൂപയ്ക്ക് അതിന് മാത്രം കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ എറണാകുളത്ത് അടുത്തുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ അല്ലാത്തുള്ള കൂട്ടുകാരോ വരാൻ പറ്റുന്നവരൊക്കെ വരിക. എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വിഷ്വൽസാണ്. ഫുഡ് കോർട്ടായിട്ട് അങ്ങനെ ഒരുപാട് കടകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു 3-4 കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് 1-2 സാധനങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഇതേ വരുന്നത് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കായിരുന്നു. അതിലൊന്നിനും കയറി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അടുത്തായിട്ട് വരുന്നത് പറയുന്നത് കുറച്ച് ഗെയിമിങ്ങിൻ്റെ സെക്ഷൻസ് ഉണ്ട്. ഒരുപാട് ഷോപ്പൊന്നുമില്ല, ഒരു 2 ഷോപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വരാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും വരിക. ഒരു 100 രൂപയ്ക്ക് എന്തായാലും വർത്താണ് കേട്ടോ. അപ്പോൾ അതിന് മാത്രം കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ഗുണ കേവിൻ്റെ അകത്തും അല്ലാതെയും നമുക്ക് കാണാനായിട്ടും. അപ്പോൾ വരാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും വരിക. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.